ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഡ്രൈവ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യാലിറ്റിൻ്റെ നോർമൽ റിവ്യൂ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഈ ബോക്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു RC കാറാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ഒരു RC വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ആമസോണിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം നല്ലൊരു ബൾക്കി ആയിട്ടുള്ള സൈസിലുള്ള RC കാറാണ്. ഒരു 4 വീൽ ഡ്രൈവുള്ള ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. പിന്നെ നമുക്ക് സസ്പെൻഷനൊക്കെ ഭയങ്കര സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷനൊക്കെ വന്നിട്ടുണ്ട്. നല്ല പവർഫുൾ മോട്ടറാണ്. ഒരു സ്പെയർ വീലും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബോക്സിനുള്ള എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് ചെറിയൊരു ഡ്രൈവും പോവാം. സോ നമുക്ക് എന്തായാലും ഈ ബോക്സ് ഒന്ന് അൺബോക്സിങ് നോക്കാം. ഒരു 1:6 മോഡലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ബൾക്കി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. കണ്ടില്ലേ, അത്യാവശ്യം അല്ലേ, ഭയങ്കര സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷനൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷേ നമുക്ക് ഭയങ്കര ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അടിയൊക്കെ ചെറിയ ഈ സസ്പെൻഷൻ കുറച്ച് പ്ലാസ്റ്റിക് വരും. നമ്മൾ നേരം ഓടിച്ചില്ലെങ്കിൽ ഇത് ബ്രേക്ക് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി. നമ്മളൊന്ന് കെയർ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ടൈപ്പ് ടെറൈൻസൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മറ്റേ നമ്മുടെ റിമോട്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അല്ല, ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. ഇതിന് നമുക്ക് സാധാ മോഡൽ അല്ലേ, സാധാ ബാറ്ററീസ് ഇടാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ ഇതിൽ ചാർജിങ് വന്നിട്ടുണ്ട്. ഇതിന് നേരെ അടിയിൽ റിമൂവ് ചെയ്തിട്ടാണ് ചാർജർ. ഇതിന് ബാറ്ററി കപ്പിൾ ചെയ്തിട്ട് നമുക്ക് USB ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ജസ്റ്റ് നമ്മൾ ഇതിന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ചാർജറിലേക്ക് കൊടുത്ത് ചാർജ് ചെയ്ത ശേഷം നമ്മൾ വയ്ക്കുക, ഇൻസേർട്ട് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു സ്പീഡും പെർഫോമൻസും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. നമുക്ക് എന്തായാലും അതൊന്ന് ഓടിച്ച് നോക്കാം. ഇത് 2 കളറിൽ വരുന്നുണ്ട്. ഒരു വയലറ്റ് വിത്ത് റെഡും പിന്നെ ഒരു റെഡ് വിത്ത് ബ്ലാക്ക് കളേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു സ്പെയർ വീൽ വരുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും വീലൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീൽ ഇടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയൊക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു മെറ്റൽ ഷീറ്റാണ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഒന്നല്ല, അപ്പോൾ കുറച്ചും കൂടിയും ഒരു പ്രൊട്ടക്ഷനൊക്കെ കിട്ടും. പിന്നെ നോക്കുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, സസ്പെൻഷനൊക്കെ കണ്ടില്ലേ, ഭയങ്കര നല്ല സ്പ്രിങ്ങൽ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെപ്പോഴും ഇതിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ നമ്മൾ കെയർ ചെയ്ത് ഓടിക്കണം. ഏതെങ്കിലും നല്ലൊരു ഹിറ്റ് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ കെയർ ചെയ്ത് ഓടിക്കാൻ പറ്റും. പക്ഷേ അത് അത്യാവശ്യം നല്ലൊരു സ്പീഡിലും നല്ലൊരു പെർഫോമൻസ് നമുക്ക് നല്ലൊരു ഒരു ബഡ്ജറ്റ് അല്ല ഒരു RC ഓഫ് റോഡ് വണ്ടി വേണമെങ്കിൽ പറയാൻ പറ്റും. ഉണ്ടോ? സോ എല്ലാവർക്കും നമ്മളെ ഈ അടിപൊളി RC ഓഫ് റോഡ് വണ്ടി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കാരണം നിങ്ങൾ വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റീപ്പ് സ്ലോപ്സ് ഒക്കെ കയറുന്നുണ്ട്. ഇതൊരു ബഡ്ജറ്റിൽ പെടുന്നൊരു RC ട്രക്കാണ്. മീൻസ് ഇതിന് കുറച്ച് റേറ്റ് സാധനമുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം വലിയ വീൽസൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോക്കൊക്കെ പോവും.
സോ നമുക്ക് എന്തായാലും ഇത് വെറുതായി തോന്നി. കാരണം ഇത് വെറും 3300 rupees ഉള്ളത് നമുക്ക് സ്റ്റോഴ്സിൽ വാങ്ങിക്കുമ്പോൾ ഏകദേശം 4000 to 5000 ഉള്ള റേഞ്ചിൻ്റെ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, അങ്ങനെ കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. സോ ഇത് ആമസോണിൽ പർച്ചേസ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ലോപ്പും കാര്യങ്ങളെല്ലാം കയറുന്നുണ്ട്. ലേശം ചാർജ് നമ്മുടെ കുറവായിരുന്നു. നമ്മളത് സ്വിച്ച് ഓണായി കിടന്നിട്ട് നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ്. സോ അല്ലെങ്കിൽ ഒന്നും കൂടി ഇത് വിചാരിച്ച പോലെ നല്ല കൂടി ഒട്ടുകൂടി സ്പീഡിൽ കയറിയായിരുന്നു. എന്നാൽ കൂടി നമുക്കൊരൊട്ടും നമ്മൾ ചാർജ് കുറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ സ്ലോപ്സ് ഒന്നും കയറും വിചാരിച്ചില്ല. അതുകൊണ്ട് നമ്മൾ GoPro ആക്ഷൻ ക്യാമറ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റങ്ങളെല്ലാം കയറുന്നുണ്ട്. സോ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ഇന്ദ്രജിത്ത് സൈനിങ് ഓഫ്. ബൈ.